നിർത്ത് നിർത്ത്. ഏതാ ഈ M5? ഏതാ? എത്രയായി? 20, 15, 35, 35, 15, 52. 52? സ്റ്റേഷനിന് ഇതുവരെ എത്രയാ ദൂരം? അതൊരു 2, 3, 5 കിലോ. 5 കിലോ? 52 ഏതായാലും തരാൻ പോകുന്നില്ല. ശരിക്കും എത്ര വേണോന്ന് പറ. നിങ്ങളെ സീൻ ഉണ്ടാക്കല്ലേ, പോയിട്ട് വേറെ ഓട്ടോ ഉള്ള. ഓടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ കളിക്കാതെ കാശെടു വെച്ചേ പോട്ടെ. അല്ല അതെ, നമുക്കിതൊന്ന് സോൾവ് ചെയ്യണല്ലോ. എന്താ പ്രശ്നം? സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ വന്നിട്ട് ഞാൻ പറഞ്ഞ വാടക കൊള്ളാണ് ഇവര്. അതിപ്പോ പെട്രോളിന് എന്താ വില അല്ലേ? പിന്നല്ലാതെ എന്താ വില? തന്റെ ആർക്കെങ്കിലും പെട്രോൾ വെച്ചോടുണ്ടോ? പോടാ. തനിക്ക് ശരിക്കും വേണ്ട കാശ് എത്രയാ അത് പറ. ഒരു 40 എടുത്തേ. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. 25 ഉണ്ട്. എണ്ണാൻ അറിയാലോ. കേറുമ്പോ എന്തൊരു ഡീസന്റ് ആയിരുന്നു. കാശ് ചോദിക്കുമ്പോ അവിടെ തുടങ്ങി തള്ളണോ? ടിങ്കു, ഇത് ശരിയാക്കി കൊടുക്ക. പോടാ. അപ്പൊ പോടാ. കൊള്ളാവില്ലടാ. ആ സിംഗപ്പൂർ സിംഗാരനോ സാപ്പാട് മദാമയ്ക്കോ പുതിയൊരു ഇര കിട്ടിയെന്നാ തോന്നുന്നേ. ഡാർലിംഗ്, നിങ്ങൾ എന്തെടുക്കാം അവിടെ? പ്ലീസ് ഒന്ന് നോക്കുന്നേ. ആ കേണൽ പണിക്കർ ഉച്ചയ്ക്ക് പമ്മി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇന്ന് എന്തെങ്കിലും ഓസിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ചുമ്മാ കിട്ടിയ കുന്തോ മിഴിക്കോളൂ. മിസ്സസ് ഭവാനി കുഞ്ഞമ്മ, ഇത് മിസ്റ്റർ മാധവൻ ഉണ്ണിത്താൻ, ശരിയല്ലേ? ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരാളെ? എന്തെങ്കിലും അങ്കിളിനെ വിളിച്ചിരുന്നില്ലേ ഇന്നലെ മിസ്റ്റർ ശേഖര മേനോൻ? ഓ എന്റെ ഭവാനി, ഇതാരാ വന്നിരിക്കുന്ന അറിയോ? സാക്ഷാൽ ലക്ഷ്മി. ലക്ഷ്മിയല്ല, നിമ്മി, നിർമ്മല മേനോൻ. മോള് വന്നാട്ടെ. മോള് നെക്സ്റ്റ് വീക്കിലേ വരുള്ളൂ എന്നാ ഞങ്ങള് കരുതിയത്. ഫോൺ ചെയ്ത് താമസ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴും ഇത്ര പെട്ടെന്നെങ്കിൽ വരുമെന്ന് ശേഖരൻകുട്ടി പറഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഇതെന്താ? അത് ഓരോരോ പാചകക്കുറിപ്പുകളാ. എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി കട്ട് ചെയ്ത് വെക്കുന്നതാ. ഇനി ആവാം, മോള് വന്നൂലോ. ഓരോ ദിവസം ഓരോ ഐറ്റംസ്. പെട്ടി സാധനങ്ങളൊക്കെ ആ മുറിയിലോട്ട് വെച്ചോളൂ. വരും മോളെ. ആ ബാഗ് കൂടി എടുത്തോണ്ട് വരൂ ഡാർലിംഗ്. ശരി ശരി. ഇതിനു മുമ്പ് ഇവിടെ സ്റ്റേ ചെയ്തിരുന്ന പെണ്ണിന്റെ പണിയാ, ഒരു മാഡ് ഗേൾ. ഇതൊക്കെ നമുക്കങ്ങ് മാറ്റണമല്ലോ. എനിക്ക് കുറെ കൂടി സീരിയസ് ആയ മാഡ്നസ് ഉള്ളത്. ഏയ് മോൾ അങ്ങനെയൊന്നുമില്ല, കണ്ടറിഞ്ഞൂടെ? ആന്റി, ഭയങ്കര വിശപ്പ്. എന്താ ഉള്ളത് കഴിക്കാൻ? അയ്യോ, മോക്കിപ്പോ എന്താ തരിക? ഫ്രിഡ്ജിൽ എന്ത് ഡിഷാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി ആന്റി, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഓക്കെ. ഏറ്റവും കൂടെ കേട്ടെടുത്ത മഹാൻ ആരാണെന്ന് അറിയാമോ? നീ ആയിരിക്കും. അല്ല പിന്നെ ആരാ? എന്നെപ്പോലെ മറ്റൊരു മഹാൻ. നീ ബാറ്റിംഗ് പോയി ഫീൽഡ്. ഓ, ഇനി ഞാനില്ല, നിങ്ങൾ കളിച്ചോ. തന്നീട്ടിന് അമ്മ വിളിക്കുന്നു, വന്ന് പഠിക്കാൻ. നീ അങ്ങ് ചെല്ല്, ഞാൻ വന്നേക്കാം. അച്ഛൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ ബോഡി സ്ലീപ്പിംഗ് ബോട്ടി. നീ പോയി ഫീൽഡ് കേടാ. പോടാ. ഷാഹുൽ ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഫ്ലാറ്റ്. അത് തന്നെ കാര്യം. കണ്ട വഴിക്ക് അവന്റെ ഒരു ലൈനടി. അതൊന്നല്ല, ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. വലിയ നോട്ടൊന്നും വേണ്ട അല്ലേ? ഷാർജ കപ്പ് ഇത്ര വേഗം കഴിഞ്ഞോ?
മനോരേട്ടൻ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ലൈബ്രറിയില് അടുത്ത ആഴ്ച ടെസ്റ്റ് ഉണ്ട്. ആ ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് മനോരാട്ടം കളിക്കുന്നുണ്ടായാലും ദേ ഒരാള് വന്നിരിക്കുന്നു. ആര്? ചെത്തു പാർട്ടിയാ. എന്നെ കഴിച്ചെത്താണോ? ചെന്ന് നോക്ക്. ഇനി മനോരേട്ടന് കുശാലായി. എടാ എവിടെയായിരുന്നടാ എത്ര നേരം? അയ്യോ അമ്മേ, ലൈബ്രറിയില് അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ട്. പോടാ. ആ തെർമോപോൾസൺ കമ്പനിയല്ലേ അമ്മേ? MG റോഡിലെ 8 നിലയുള്ള കെട്ടണം. ഇത്തവണ കിട്ടുന്നത് ഉറപ്പാ. ഓ പിന്നെ നീ ഇപ്പൊ IAS പഠിച്ചിട്ട് ഇരിക്കുവല്ലേ, വല്ലവരും വിളിച്ചങ്ങ് ജോലി തരാൻ. ഇങ്ങനെ തെണ്ടി അടക്കുന്ന സമയം കൊണ്ട് ആ പ്രീഡിഗ്രി എങ്കിലും ചാടിക്കിടക്കാൻ നോക്കെന്റെ മനോഹര. അമ്മ ഇങ്ങോട്ട് പുറത്തെ തണുത്ത കാറ്റായി പോ. വേണ്ട.